ചില ഡ്രസ്സിൽ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ടത് ഈശോ ഗോതമ്പ് മണിയുടെ ഉപമയൊക്കെ പറയുന്ന ഒരു രംഗമാണ്. ഈശോ പറയുകയാണ്, ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടി ഇരിക്കും, അഴിയുന്നെങ്കിലും അത് വളരെയേറെ ഫലം പുറപ്പെടുവിക്കും എന്ന് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ ഒരു സഹനത്തിന്റെ പ്രോസസ്സിലൂടെ കടന്നു പോകുമ്പോൾ അത് നഷ്ടമായിട്ട് അത് കരുതുന്നില്ല, മറിച്ച് അത് വളരെയേറെ ഫലം പുറപ്പെടുവിക്കാനുള്ള ഒരു മാർഗമായിട്ട് അതിനെ കാണുകയാണ്. ഇതേ ഒരു ആശയം തന്നെയാണ് ഇന്നത്തെ ലേഖനഭാഗത്തിൽ പൗലോസിലെ കൊറിന്തോസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. പൗലോസിലെ പറയുകയാണ്, ഞങ്ങളിലെ ആ ബാഹ്യ മനുഷ്യൻ ഇങ്ങനെ ഓരോ ദിവസവും ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ്, പക്ഷേ ആന്തരികമായിട്ടുള്ള മനുഷ്യൻ അവൻ അനുദിനം നവീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിലൂടെ മനസ്സിലാവുന്ന ഭാഷയിൽ പൗലോസിലെ പിന്നീട് നമ്മളോട് പറയുകയാണ്, ഞങ്ങളുടെ ക്ലേശങ്ങൾ വളരെ നിസ്സാരവും ക്ഷണികവുമാണ്, പക്ഷേ അവയുടെ ഫലമോ അനുപമമായ മഹത്വം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ക്ലേശങ്ങളിലൂടെ കടന്നുപോയി മഹത്വം സ്വീകരിക്കുന്ന ഒരു ആത്മീയ മനുഷ്യൻ ഞങ്ങളുടെ ഉള്ളിൽ ഉണ്ട് എന്ന് പൗലോസിലെ നമ്മൾ ഓർമ്മിക്കുകയാണ്. നമ്മൾ ഇന്നത്തെ വചനഭാഗങ്ങൾ കേട്ട് കഴിയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് തന്നെയാണ്, ഗോതമ്പ് മണിയെ പോലെ ആ സഹനത്തിന്റെ ആ പ്രോസസ്സിലൂടെ കടന്നു പോയാലാണ് ഫലം പുറപ്പെടുവിക്കാനായിട്ട് നമുക്ക് സാധിക്കുക. പൗലോസിലെ പറയുന്ന പോലെ നിസ്സാരവും ക്ഷണികവുമായ ഈ സഹനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അനുപമമായ മഹത്വത്തിലേക്ക് ദൈവം നമ്മളെ പ്രവേശിക്കുമെന്ന് നമുക്ക് ഓർക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.